So in wavelength of laser using grating experiment, we are finding the total number of lines per centimeter or lines per meter of the grating using helium neon laser. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൽ ഗ്രേറ്റിംഗ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസിൽ എത്ര ലൈൻസ് ഉണ്ട്, അതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്, അതിൽ കുറേ ലൈൻസ് ഉണ്ടായിരിക്കും. സോ ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് സെൻറ്റിമീറ്റർ ഓർ മീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ് യൂസിങ് ഹീലിയം നിയോൺ ലേസർ. അപ്പോൾ ഒരു ഹീലിയം നിയോൺ ലേസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേറ്റിങ്ങിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് വി ആർ ഫൈൻഡിങ് ദ വേവ് ലെങ്ത് ഓഫ് എ സെമി കണ്ടക്ടർ ലേസർ. സോ ആ എൻ വാല്യൂ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു എൻ വാല്യൂ കിട്ടും, നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ്. അത് യൂസ് ചെയ്ത് വേവ് ലെങ്ത് ഓഫ് അനദർ ലേസർ, സെമി കണ്ടക്ടർ ലേസർ, മറ്റൊരു ലേസറിൻ്റെ വേവ് ലെങ്ത്ത് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹീലിയം നിയോൺ ലേസർ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് ഇപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതേ വാല്യൂസ് സെമി കണ്ടക്ടർ ലേസർ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ആക്ച്വലി ലാബിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, റീഡിങ്സ് എടുക്കലാണ്. ഇപ്പോൾ ഞാനത് ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ in the first case, first order and second order spots നമുക്ക് സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കും. അത് നിങ്ങൾ വീഡിയോ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ഓർഡർ സ്പോട്ടും സെക്കൻഡ് ഓർഡർ സ്പോട്ട്സും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ അതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്രേറ്റിംഗ് ആൻഡ് സ്ക്രീൻ. അപ്പോൾ സ്ക്രീനും ഗ്രേറ്റിംഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ വാരി ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 5, 8, 11, 14. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 4 ഡിസ്റ്റൻസിൽ അത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? ഗ്രേറ്റിംഗ് ആൻഡ് സ്ക്രീൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. ഓക്കെ, ദാറ്റ് ഈസ് 5, 8, 11, 14. ആ ടൈമിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള ഫസ്റ്റ് ഓർഡർ സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസും സെക്കൻഡ് ഓർഡർ സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസും ആണ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് സെൻട്രൽ ഒരു സ്പോട്ട്, പിന്നെ വരുന്ന 2 സ്പോട്ട്സ് ഉണ്ടായിരിക്കും, അത് ഫസ്റ്റ് ഓർഡറും. ഇനി വരുന്ന സ്പോട്ട്സ് ദീസ് ആർ നോൺ ആസ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഈ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള റീഡിങ്സ് ആണ് ഇത് രണ്ടും. ഈ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടും സെക്കൻഡ് ഓർഡറിലേക്കുള്ള ലെഫ്റ്റ് റൈറ്റ് റീഡിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റീഡിങ്സ് ഉണ്ട്, അതുപോലെ അടുത്ത ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റീഡിങ്സ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആസ് വെൽ ആസ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ മീൻ വാല്യൂ, മീൻ വൈ, അതായത് ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റീഡിങ്സിൻ്റെ മീൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീൻ വാല്യൂ 1.75. അങ്ങനെ ദീസ് വാല്യൂസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ എല്ലാ ആവറേജ് വാല്യൂസും നിങ്ങളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ മീൻ വാല്യൂ ഓഫ് വൈ. ദെൻ ആംഗിൾ ഇൻ റേഡിയൻ, അതായത് ഏത് ആംഗിളിലാണ് ഈ പോയിൻറ്റ്സ് ഇങ്ങനെ ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്? ഡിഫ്രാക്ഷനാണ് ഇവിടെ ഗ്രേറ്റിങ്ങിലൂടെ നടക്കുന്നത്. സോ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആംഗിൾ ഇൻ റേഡിയൻ x is equal to y by d. ഇതാണ് ബേസിക് ഇക്വേഷൻ, y by d. അതായത് y ഡിവൈഡ് ബൈ ഇറ്റ്സ് ഡിസ്റ്റൻസ് 1.75 ഡിവൈഡ് ബൈ 5. അതാണ് ഇവിടെ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് വാല്യൂ ഡിവൈഡ് ബൈ ഇറ്റ്സ് ഡിസ്റ്റൻസ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് ദിസ് വാല്യൂ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ഡിസ്റ്റൻസ് കൊണ്ടും നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് കൊണ്ട്. സോ y വാല്യൂ ഡിവൈഡ് ബൈ ഇറ്റ്സ് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ്, അതാണ് ഈ y ബൈ d എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കോളം ഫില്ല് ചെയ്യുക. ആഫ്റ്റർ അത് റേഡിയനിലാണ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു ഡിഗ്രി ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 180 ബൈ പൈ, അല്ലേ? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വാല്യൂ 180 ബൈ പൈ, ദിസ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 180 ബൈ പൈ. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നെക്സ്റ്റ് കോളത്തിൽ ഫില്ല് ചെയ്യുക. ബിക്കോസ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു ഡിഗ്രി, ആംഗിൾ റേഡിയൻ ഇൻ ടു ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഓരോ സ്പോട്ടിൻ്റെയും ഓരോ ഡിസ്റ്റൻസിലെ സ്പോട്ടിൻ്റെ തീറ്റ, അല്ലെ, ആംഗിളാണ് കിട്ടിയിരിക്കുന്നത്, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. നൗ എൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല സൈൻ തീറ്റ ബൈ എൻ ലാംഡ. എൻ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ എൻ ലാംഡ. ആ തീറ്റയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്, ഇതൊക്കെ തീറ്റയാണ്. ഓക്കെ, ആൻഡ് ലാംഡ എൻ എന്ന് പറയുന്നത് എൻ ഇസ് എ ഓർഡർ, ഇവിടെ കൊടുക്കുന്ന ഓർഡർ അല്ലേ, അതാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഫസ്റ്റ് 4 കേസിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്, അല്ലേ? അപ്പോൾ ആദ്യത്തെ 4 കേസിൽ എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇൻ ദീസ് കേസസ് ഈ 4 റീഡിങ്സിൽ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനിൽ എൻ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഈ പോർഷനിൽ എൻ ഇസ് ഈക്വൽ ടു 2. അങ്ങനെ വേണം എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. ലാംഡ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സോ സൈൻ തീറ്റ
ഇതാണ് തീറ്റ ഡിവൈഡ് ബൈ n ഇസ് ഈക്വൽ ടു 1. ഈ കേസിൽ അത് 1 ആണ്. ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കേസിലും n വാല്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ക്യാപിറ്റൽ N ക്യാൻ ബി കാൽക്കുലേറ്റഡ്. സോ റിമെമ്പർ in these 4 cases n is equal to 1 and in these 4 cases n is equal to 2. അപ്പോൾ ഇവിടെ ഇത്രയും റീഡിങ്സിൽ n 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ റീഡിങ്സിൽ n is equal to 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, മീൻ n. സോ നിങ്ങൾക്ക് ഇവിടെ 8 വാല്യൂസ് ടോട്ടൽ കിട്ടുമല്ലോ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ മീൻ ഓർ ആവറേജ് ഓഫ് n. എല്ലാം ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 8 ചെയ്യുക. സോ n is equal to സംതിങ് ലൈൻസ് പെർ മീറ്റർ. അപ്പോൾ ഇതാണ് മീൻ എന്നിൻ്റെ വാല്യൂ, നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് ഹീലിയം നിയോൺ ലേസർ ആയതുകൊണ്ട് ഈ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 632 നാനോമീറ്റർ ആണ്. 632 നാനോമീറ്റർ ആ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. Now second table സെയിം ടേബിൾ ആണ്, ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് സെമി കണ്ടക്ടർ ലേസർ. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ നിന്ന് വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് n അല്ലേ. സെക്കൻഡ് ടേബിൾ യൂസ് ചെയ്യുന്നത് വേറൊരു ലേസർ, സെമി കണ്ടക്ടർ ലേസറിൻ്റെ വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് സെമി കണ്ടക്ടർ ലേസർ. അപ്പോൾ സെയിം ടേബിളാണ്, പക്ഷേ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഇല്ല, ഫസ്റ്റ് ഓർഡർ മാത്രം. 4 ഡിസ്റ്റൻസസ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് റീഡിങ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ മീൻ y ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആംഗിൾ ദാറ്റ് ഈസ് y ബൈ ഡി, y ഡിവൈഡ് ബൈ 2 ആൻഡ് ദിസ് ഡിവൈഡ് ബൈ 3, 4 ഇവിടെയുള്ള വാല്യൂ ഡിവൈഡ് ബൈ 4, അങ്ങനെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y ബൈ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണം? y ബൈ ഡി ഇൻറ്റു 180 ബൈ പൈ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് 4 ആംഗിൾസ് കിട്ടും. y ബൈ ഡി ഇൻറ്റു 180 ബൈ പൈ, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. Then lambda is equal to sin theta by nn. ഇതാണ് ലാംഡ കാണാനുള്ള ഇക്വേഷൻ. ആ തീറ്റയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, സൈൻ തീറ്റ ഡിവൈഡ് ബൈ nn. ദിസ് ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ നിങ്ങൾക്ക് കിട്ടിയ മീൻ വാല്യൂ ആണ്. സോ ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദിസ് ഇക്വേഷൻ സൈൻ തീറ്റ ബൈ nn. ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്മോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ് കൊടുക്കേണ്ടത്, കാരണം ഇവിടെ അത് ഫസ്റ്റ് ഓർഡർ അല്ലേ, ഇത്രയും റീഡിങ്സിൽ. സോ സ്മോൾ n is equal to 1 ഹിയർ, 2 ഇല്ല. അപ്പോൾ 1 വെച്ച് 4 റീഡിങ്സും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ലാംഡയുടെ വാല്യൂസ് നിങ്ങൾക്ക് 4 വാല്യൂസ് കിട്ടും. സോ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ലാംഡ, മീൻ ലാംഡ ഈസ് ഈക്വൽ ടു സംതിങ് മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സെമി കണ്ടക്ടർ ലേസറിൻ്റെ വേവ് ലെങ്ത്ത് കൂടെ കണ്ടുപിടിക്കും. അപ്പോൾ അത് സെയിം ടേബിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാത്തത്. സെയിം എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും, വാല്യൂസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. n ഈസ് ഈക്വൽ ടു 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ബിലോ ദ ടേബിൾ n കണ്ടുപിടിക്കുന്നതും അതുപോലെ ലാംഡ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഒരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. n നിങ്ങൾ 8 n വാല്യൂസ് കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ. ആ ടേബിളിൽ ടോട്ടൽ 8 n വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് ആവറേജ് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ n ലാംഡ. സൈൻ തീറ്റ ഏത് തീറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഡിവൈഡ് ബൈ n ഇസ് ഈക്വൽ ടു 1 ആണോ 2 ആണോ? നിങ്ങളുടെ ഇഷ്ടം പോലെ 1 വെച്ചിട്ടുള്ളതും ചെയ്യാം, ഇല്ലെങ്കിൽ 2 വെച്ചിട്ടുള്ളതും ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. സോ n ഇസ് ഈക്വൽ ടു ആൻഡ് ലാംഡ ദാറ്റ് ഈസ് 632 നാനോമീറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഹീലിയം നിയോൺ ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 632 നാനോമീറ്റർ, അല്ലെങ്കിൽ 632 ഇൻറ്റു 10⁻⁻⁹. അത് -9 മിസ്സാക്കരുത്. 632 ഇൻറ്റു 10⁻⁻⁹ കൊടുത്തിരിക്കണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ഒരു എക്സാമ്പിൾ 8 n വാല്യൂസ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളിങ്ങനെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചിരിക്കണം ബിലോ ദ ടേബിൾ. ആൻഡ് 4 ലാംഡ വാല്യൂസ് യു ആർ ഫൈൻഡിങ്, 4 ലാംഡ വാല്യൂസ് ഇൻ ദ സെക്കൻഡ് ടേബിൾ ആൻഡ് വി ആർ ഫൈൻഡിങ് ദ ആവറേജ് ഓഫ് ദോസ് വാല്യൂസ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഡെമോൺസ്ട്രേഷൻ കാണിക്കണം. ലാംഡ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ nn. സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിളായിട്ട് എന്നിന് 1 തന്നെയാണ്, 2 കൊടുക്കുന്നില്ല നമ്മൾ. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ. സോ ആസ് എൻ എക്സാമ്പിൾ വി ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു ഫൈൻഡ് n ആൻഡ് ഹൗ ടു ഫൈൻഡ് ലാംഡ. അത് നിങ്ങൾ ടേബിളിന് താഴെയായിട്ട് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, റിസൾട്ടിൽ എഴുതാനുള്ളത് മീൻ എന്നും, റിസൾട്ടിൽ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ആവറേജ് n
നമ്പർ ഓഫ് ലൈൻസ് പെർ ഗ്രേറ്റിംഗ് എത്ര ലൈൻസ് പെർ മീറ്റർ ആണ്, അതുപോലെ സെക്കൻഡ് വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് റിസൾട്ടിൽ എഴുതാനുള്ളത്. അപ്പോൾ റിസൾട്ടിൽ ഫൈനൽ വാല്യൂസ് മാത്രമേ പാടൂ, ഈ കാൽക്കുലേഷൻ ഒന്നും കാണിക്കരുത്. സോ മീൻ എൻ ആൻഡ് ലാംഡ വിൽ ബി ദ റിസൾട്ട്. ഇനി ഇത് ഏകദേശം വരേണ്ടത് മീൻ എൻ എന്ന് പറയുന്നത് ഒരു 5 lakh റേഞ്ചിലൊക്കെ വരണം, ഒരു ഹയസ്റ്റ് വാല്യൂ 5 lakh റേഞ്ചിലൊക്കെ വരണം. ഈ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ലേസർ ആയതുകൊണ്ട് ഒരു 600 to 700 നാനോമീറ്ററിനുള്ളിലായിട്ട് വേണം ഇതിൻ്റെ വാല്യൂ വരാം. 600 to 700 നാനോമീറ്റർ മീൻസ് ഇൻറ്റു 10⁻⁹ മീറ്റർ, അത്രയും ഒരു റേഞ്ചിലായിരിക്കണം, അതിനുള്ളിലായിരിക്കണം വേവ് ലെങ്ത് വരേണ്ടത്.